ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷിസുയു ഉച്ചിഹ സീസൺ 2 പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോസ് ഒന്നും കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ ആ ഒരു ചുനിയൻ എക്സാം ഫൈനൽ നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. എല്ലാ ഫൈറ്റേഴ്സും ഫൈറ്റിന് വേണ്ടി റെഡി ആയിരിക്കും. അങ്ങനെ ചുനിയൻ എക്സാം നടക്കാൻ പോകുന്നു. സാൻഡ് വില്ലേജിന്റെ കാസികാഗയായിട്ടുള്ള റാസ ഇവിടെ എത്തിയിട്ടുണ്ടാകും. ഈ റാസ എന്ന് പറയുന്നത് നമ്മുടെ ഗാറയുടെ ഫാദർ ആണ്. അങ്ങനെ ആദ്യത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഷിക്കമാരു വേഴ്സസ് ടെമാരി. സീരീസിലുള്ളതുപോലെ ഷിക്കമാരുവിന്റെ ആ ഒരു ഇന്റലിജന്റ് വെച്ച് ഷാഡോ പൊസിഷൻ ജുട്സ് വെച്ച് നമ്മുടെ ടെമാരിയെ ട്രാപ്പ് ചെയ്ത് അവസാനം ഷിക്കമാരു ഗിവ് അപ്പ് ചെയ്യും. അങ്ങനെ ഫസ്റ്റത്തെ ഈ ഒരു മാച്ച് അവസാനിക്കും. അത്രയധികം സെക്യൂരിറ്റിയിലാണ് ഈ ഒരു ചുനിയൻ എക്സാം നടക്കുന്നത്. ഇറ്റാച്ചി, ഷിസൂയി, കക്കാഷി, ഗൈ, ആസുമ, ജിറായ തുടങ്ങിയ എല്ലാ ഷിനോബീസും ഈ ഒരു മാച്ച് കാണാൻ വന്നിട്ടുണ്ടാകും. ഇവർ മാച്ച് കാണുക മാത്രമല്ല, ഈ ഒരു സ്ഥലം മുഴുവനായും ഇവരുടെ നിരീക്ഷണത്തിലാണ്. അങ്ങനെ സെക്കൻഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇവിടെ സീരീസിൽ എങ്ങനെയാണ് ഉണ്ടായത്? നറൂട്ടോ വാസസ് നെജി എന്ന ഫൈറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നത് സാസ്കെ വാസസ് നെജി എന്ന ഫൈറ്റ് ആണ്. അതായത് ഷറിംഗൻ വാസസ് ബ്യാക്കുഗാൻ. അങ്ങനെ ഇവരുടെ ഫൈറ്റും സ്റ്റാർട്ട് ആകും. രണ്ടുപേരും ടൈറ്റ് ആയിട്ടാണ് ഫൈറ്റ് പോവുക. നെജി ആണെങ്കിൽ ബ്യാക്കുഗാൻ വെച്ച് സാസ്കയുടെ ആ ഒരു ചാക്ര പോയിന്റ്സിന് നേരെ അടിച്ച് ആദ്യമേ വീക്കാക്കും. എന്നാൽ നമ്മുടെ സാസ്കെ ഒരു ഉച്ചിഹയാണ്, അത്ര വേഗമൊന്നും വിട്ടുകൊടുക്കില്ല. ഷറിംഗൻ വെച്ച് നെജിയുടെ മൂവ്മെന്റ്സ് ട്രാക്ക് ചെയ്ത് തിരിച്ച് ഫൈറ്റ് ചെയ്യാനും തുടങ്ങും. അങ്ങനെ കുറെ സമയം ഫൈറ്റ് ചെയ്ത് രണ്ടുപേരും ഓൾമോസ്റ്റ് വീക്ക് ആയിട്ടുണ്ടാകും. അപ്പോഴാണ് സാസ്കെ ഫൈനലി ഇത് എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് പറഞ്ഞ് സാസ്കെ തന്റെ കയ്യിൽ ആ ഒരു ചിത്തോരി എടുക്കുന്നു. ഇത് കണ്ട് പെട്ടെന്ന് നമ്മുടെ മൈഗൈ ആണെങ്കിൽ കക്കാഷിയോട് ചോദിക്കും, കക്കാഷി നീ എപ്പോഴാണ് ആ ഒരു ജുട്സു സാസ്കെക്ക് പറഞ്ഞു കൊടുത്തത്? അപ്പോൾ തന്നെ കക്കാഷി പറയും, ഞാൻ അവനോട് പറഞ്ഞിരുന്നു, മുൻപിലുള്ളത് ഒരു എനിമിയാണ്, അവനെ കൊല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു സാഹചര്യത്തിൽ മാത്രമേ ഈ ഒരു ചിതോരി യൂസ് ചെയ്യാവൂ എന്ന്. പക്ഷേ കക്കാഷിയും ഒന്ന് പേടിച്ചുകൊണ്ട് ആ ഒരു ഫൈറ്റ് നോക്കി നിൽക്കാൻ തുടങ്ങും. അങ്ങനെ ഇവിടെ സാസ്കയെ നോക്കിക്കഴിഞ്ഞാൽ സാസ്കെ ആണെങ്കിൽ ഇവിടെ കയ്യിൽ ചിതോരി വെച്ച് അത് ബ്ലേഡ് പോലെ ആകാതെ ജസ്റ്റ് കയ്യിൽ മാത്രം എടുത്ത് ഒരു ലൈറ്റ്നിങ് പഞ്ച് പോലെ നെജിയെ അടിച്ച് നോക്ക് ഡൗൺ ചെയ്യും. അതായത് നെജി ഇവിടെ നോക്ക് ഡൗൺ ആവും, എന്നാൽ വലിയ പരിക്കുകളും ഉണ്ടാകില്ല. അങ്ങനെ ഇതേ സമയം നമ്മുടെ കാബൂട്ടോയെ കാണിക്കുന്നു. കാബൂട്ടോയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒറോച്ചിമാറുവിനെ രക്ഷിക്കണം. ഇവിടെ കാബൂട്ടോയുടെ കയ്യിലാണെങ്കിൽ ആ ഒരു ടെമ്പിൾ ഓഫ് നിർവാണ എന്ന് പറഞ്ഞിട്ടുള്ള ജുട്സു അഥവാ ആ ഒരു സ്പെല്ലുണ്ട്. അത് ഉപയോഗിച്ച് എല്ലാവരെയും മയക്കി ഡിസ്ട്രാക്ട് ചെയ്ത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒറോച്ചിമാറുവിനെ രക്ഷിക്കണം. അങ്ങനെ ഒരു മൊമെന്റിന് വേണ്ടിയാണ് കാബൂട്ടോ ഇവിടെ കാത്തു നിൽക്കുന്നത്. അങ്ങനെ മൂന്നാമത്തെ മാച്ചും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗാറ വേഴ്സസ് നറൂട്ടോ. ഇവിടെ ഒരു കാര്യം എന്തെന്നാൽ ലീഫ് വില്ലേജിലെ ആർക്കും ഗാറ കാസിഗാഗയുടെ മകനാണെന്നോ അവൻ വൺ ടൈൽഡ് ബീസ്റ്റിന്റെ ജിഞ്ചുരിക്കിയാണെന്നോ ആർക്കും അറിയില്ല. അങ്ങനെ ഫൈറ്റിന് വേണ്ടി രണ്ടുപേരും കളത്തിലിറങ്ങും. നറൂട്ടോയ്ക്ക് ഇവിടെ ചെറിയൊരു പേടിയുണ്ട്, കാരണം മുൻപിലുള്ളത് ഗാറയാണ്, അവൻ കൊല്ലാൻ പോലും മടിക്കില്ല. എന്നാൽ നറൂട്ടോയ്ക്കാണെങ്കിൽ ലീയെ ഈ രീതിയിലാക്കിയ ഗാറയെ വെറുതെ വിടില്ല എന്ന വാശിയിലാണ് ഉണ്ടാവുക. അങ്ങനെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. തുടക്കത്തിൽ ഷാഡോ ക്ലോൺസ് വെച്ച് ഗാറയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ ഗാറയാണെങ്കിൽ തന്റെ സാൻഡ് ഷീൽഡ് വെച്ച് എല്ലാ ക്ലോൺസിനെയും നശിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ ഇതേ സമയം നമ്മുടെ കാബൂട്ടോ ആണെങ്കിൽ മാച്ചിൽ കൂടുതലായി നോക്കി നിൽക്കുന്ന സമയം നോക്കി ആ ഒരു ജുട്സു ഉപയോഗിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. അങ്ങനെ ഇതേ സമയം രണ്ട് ജിഞ്ചിരിക്കുകളുടെ ഈ ഒരു ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഗാറയുടെ സാൻഡ് വെച്ചാണെങ്കിൽ നറൂട്ടോയെ പരിക്കേൽപ്പിക്കാൻ തുടങ്ങും. നറൂട്ടോ പതിയെ വീക്ക് ആകാനും തുടങ്ങുന്നു. കാരണം ഇവിടെ നറൂട്ടോയ്ക്ക് ലീയെ പോലെ ഫാസ്റ്റിൽ മൂവ് ആകാൻ കഴിയില്ല. പക്ഷെ നറൂട്ടോ ആണെങ്കിൽ മാക്സിമം ആ ഒരു ഷാഡോ ക്ലോൺസ് വെച്ച് ഗാറയെ ഡിസ്ട്രാക്ട് ചെയ്ത് രക്ഷപ്പെടാമെങ്കിലും ഗാറയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അങ്ങനെ ഇതേ സമയം ഗാറ പറയും, നറൂട്ടോ ആദ്യം ഞാൻ നിന്നെ കൊല്ലും, അത് കഴിഞ്ഞ് ആ ഒരു ലീ നിങ്ങളുടെ വില്ലേജിന് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഗാറയുടെ സാൻഡ് വെച്ച് ലീയെ ചെയ്തതുപോലെ നറൂട്ടോയെ കൈ ലോക്ക് ചെയ്യും. അങ്ങനെ നീ തീർന്നു എന്ന് പറഞ്ഞ് നമ്മുടെ നറൂട്ടോയുടെ കൈ പിടിച്ച് ഒടിക്കാൻ വേണ്ടി നോക്കുമ്പോഴതാ അത് നറൂട്ടോയുടെ ഒരു ക്ലോൺ മാത്രമായിരുന്നു. അങ്ങനെ ഒറിജിനൽ നറൂട്ടോ എവിടെ പോയി എന്ന് ചുറ്റും നോക്കുമ്പോഴതാ ഗാറയുടെ തൊട്ടു താഴെയായി മണ്ണിനടിയിൽ നിന്നും ചാടി വന്ന് ആ ഒരു റസിംഗൻ വെച്ച് ഗാറയുടെ ഷോൾഡറിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയം ഗാറയുടെ സാൻഡ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് റസിംഗനാണ്. ആ ഒരു സാൻഡ് തുളച്ച റസിംഗൻ ആണെങ്കിൽ ഗാറയുടെ ഷോൾഡറിൽ കൊണ്ട് ഗാറ തെറിച്ച് വീഴുന്നു. ഈ സമയം ഈ ഒരു മാച്ച് കാണാനെത്തിയ ഷിനോബീസും ആൾക്കാരും എല്ലാവരും അത് നോക്കി നിൽക്കുന്ന സമയം ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കി നമ്മുടെ കാബൂട്ടോ ആണെങ്കിൽ ആ ഒരു ജുട്സു യൂസ് ചെയ്യും. എന്നാൽ ഈ ഒരു ജുട്സുവിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് യൂസ് ചെയ്ത് ഏകദേശം 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇത് പതിയെ വർക്കാകാൻ തുടങ്ങുക. അങ്ങനെ കാബൂട്ടോ ഇത് യൂസ് ചെയ്യുന്നു. അങ്ങനെ ഗാറയെ നോക്കിക്കഴിഞ്ഞാൽ ഗാറയുടെ ആ ഒരു ഷോൾഡറിൽ നിന്നും രക്തം വരുന്നത് കണ്ട ഗാറയാണെങ്കിൽ സീരീസിലുള്ളതുപോലെ ആ ഒരു ബ്ലഡ് എന്ന് പറഞ്ഞ് അലറാൻ
വേണ്ടി തുടങ്ങും. അപ്പോഴാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാസികാകെ പെട്ടെന്ന് എഴുന്നേറ്റ് പതിയെ ഒരു ഹാൻഡ് സൈൻ യൂസ് ചെയ്യാൻ തുടങ്ങും. തൊട്ടടുത്തിരിക്കുന്ന സുനാഡയ്ക്കാണെങ്കിൽ ഇത് ആദ്യം മനസ്സിലാകില്ല. അപ്പോഴാണ് സുനാഡെ ആ ഒരു ഹാൻഡ് സൈനിന്റെ പാറ്റേൺ നോക്കി മനസ്സിലാക്കി സുനാഡെ ചാടി വീണ് കാസികാകെ ഒരൊറ്റ പഞ്ച് കൊടുക്കുന്നു. അങ്ങനെ കാസികാകെ തെറിച്ച് വീണ സമയത്താണ് അവന്റെ ഒറിജിനൽ രൂപം മനസ്സിലാകുന്നത്. അത് യഥാർത്ഥത്തിൽ സാൻഡി വില്ലേജിന്റെ കാസികാകെ ആയിരുന്നില്ല. ആ ഒരു വ്യക്തി സാൻഡി വില്ലേജിന്റെ ഒരു പ്രധാന ഷിനോബി ആയിരുന്നു. അങ്ങനെ ഇതേ സമയമാണ് നമ്മുടെ ഗാറയെ കാണിക്കുന്നത്. ഗാറയെ നോക്കിക്കഴിഞ്ഞാൽ അതാ ഓൾമോസ്റ്റ് 85% ആ ഒരു ടെയിൽഡ് ബീസ്റ്റ് ആയി മാറി. അതായത് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗാറയുടെ ആ ഒരു ദേഷ്യം കൂടിയത് മനസ്സിലാക്കി ആ ഒരു കാസികാഗയുടെ രൂപത്തിൽ വന്ന ഷിനോബി ആണെങ്കിൽ ഗാറയുടെ ബോഡിയിലുള്ള ആ ഒരു ടെയിൽഡ് ബീസ്റ്റിന്റെ സീലില്ലേ അത് പതിയെ ഹാൻഡ് സൈൻസ് വെച്ച് ബ്രേക്ക് ചെയ്യാനാണ് ശ്രമിക്കുക. എന്നാൽ ഇത് മനസ്സിലാക്കിയ സുനാഡയാണെങ്കിൽ ആ സമയത്ത് തന്നെ പകുതിക്ക് വെച്ച് ആ ഒരു ഷിനോബിയെ നോക്കി അടിച്ച് ആ ഒരു സീല് കുറച്ച് ലൂസ് ആവുകയേ ഉള്ളൂ. മുഴുവനായും ആ ഒരു സീല് അൺസീൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതാണ് പെട്ടെന്ന് ഗാറ 85% ടെയിൽഡ് ബീസ്റ്റ് ആയി മാറിയത്. അങ്ങനെ ഗാറയാണെങ്കിൽ ഓൾമോസ്റ്റ് പകുതി ടെയിൽഡ് ബീസ്റ്റ് ആയി ഫുൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കും ഉണ്ടാവുക. തൊട്ടടുത്തുണ്ടായ നറൂട്ടോയെ കണ്ട ഉടൻ തന്നെ ഔട്ട് ഓഫ് കൺട്രോൾ ആയ ഗാറ ആ ഒരു ടെയിൽഡ് ബീസ്റ്റ് ബോംബ് വെച്ച് നറൂട്ടോയെ ഒരൊറ്റ അറ്റാക്ക്. അതൊരു വമ്പൻ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ നറൂട്ടോ തെറിച്ച് വീണ് ഒരു മരത്തിന്റെ അടുത്തായി വീണു കിടക്കും. നറൂട്ടോയുടെ കൈയിന്റെ എല്ലുകളൊക്കെ പൊട്ടി ബോധം പോയി അങ്ങ് കിടക്കാൻ തുടങ്ങും. ഓൾമോസ്റ്റ് ഒരു മരിച്ച അവസ്ഥയിൽ തന്നെ. ഇത് കണ്ടയുടൻ തന്നെ നമ്മുടെ ജിറായ നറൂട്ടോ എന്ന് പറഞ്ഞ് ആ ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ പതിയെ ജിറായയുടെ ബോധം പോകാൻ വേണ്ടി തുടങ്ങും. അതായത് പെട്ടെന്നൊരു ക്ഷീണം വരാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ഇത് ജിറായക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായ കാണാൻ വന്ന ആൾക്കാരും അതുപോലെ തന്നെ ഷിനോബീസും നമ്മുടെ കക്കാഷി, മൈറ്റ് ഗൈ, ആസുമ, കുറനായി സെൻസെ, സുനാഡെ ഇവരൊക്കെ വീക്കായി ആ ഒരു ക്ഷീണം വന്ന് മയങ്ങുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങും. അതായത് ആ ഒരു കാബൂട്ടോയുടെ ആ ഒരു സ്പെല്ലില്ലേ അത് പതിയെ വർക്കാകാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ആ ഒരു കാബൂട്ടോയുടെ സ്പെല്ല് ഉച്ചയിലെ ആൾക്കാർക്ക് വർക്കാകില്ല. അവർ നോർമൽ ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ നോർമൽ ആൾക്കാരൊക്കെ പെട്ടെന്ന് മയങ്ങി വീഴുന്നുണ്ടെങ്കിലും നമ്മുടെ കക്കാഷിയും മൈറ്റ് ഗൈയും ജിറായ, സുനാഡെ ഇവരൊക്കെ ആണെങ്കിൽ ആ ഒരു മയക്കത്തിലാണെങ്കിൽ പോലും എഴുന്നേറ്റ് നിന്ന് അവിടെ ഉണ്ടായ ജനങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഈ ഒരു ജുട്സു വർക്കാകാൻ തുടങ്ങിയതോടുകൂടി നമ്മുടെ കാബൂട്ടോ ആണെങ്കിൽ വില്ലേജിനകത്ത് പോയി ഒറോച്ചിമാറുവിനെ അന്വേഷിക്കാൻ തുടങ്ങും. എന്നാൽ ഇവിടെ ഇറ്റാച്ചി ആൻഡ് ഷിസുയി ഉച്ചിഹ ആയതുകൊണ്ട് ഇവർക്ക് ഒന്നും സംഭവിക്കില്ല. നമ്മുടെ കക്കാഷി ആണെങ്കിൽ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് നിന്ന് രണ്ടുപേരോടും പറയും, ഗാറയെ നിങ്ങൾ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് പിടിക്ക്, ഇവിടെ ജനങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇറ്റാച്ചി ആൻഡ് ഷിസുയി ആണെങ്കിൽ ഗാറയുടെ അടുത്തേക്ക് ഓടും. അപ്പോൾ തന്നെ നമ്മുടെ സുനാഡെ ആണെങ്കിൽ തന്റെ ആ ഒരു മെഡിക്കൽ ജുട്സ് വെച്ച് ആ ഒരു മയക്കത്തിൽ നിന്നും ഒരു പരിധി വരെ ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് ജിറയുടെ അടുത്തേക്ക് പോകും. ജിറയ നീ ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ ജിറയ ആണെങ്കിൽ ഈ ഒരു ജുട്സുവിൽ നല്ലതുപോലെ വീക്കായിട്ടാണ് ഉണ്ടാവുക. ആ ഒരു പകുതി മയക്കത്തിൽ നമ്മുടെ ജിറയ പറയും, ആ ഒരു ജുട്സു എന്നെ നല്ല രീതിയിൽ വീക്കാക്കി. ഗാറ അവൻ കാണുന്നത് പോലെയല്ല, അവനൊരു ജിഞ്ചൂരിക്കി ആയിരുന്നു. ആ ഒരു ടെയിൽഡ് ബീസ്റ്റ് ഗാറയെ മുഴുവനായും കൺട്രോൾ എടുത്ത് ഈ ഒരു വില്ലേജ് എന്തായാലും ആക്രമിക്കപ്പെടും. നറൂട്ടോ ആണെങ്കിൽ ആ ഒരു ദൂരെ വീണെടുക്ക തന്നെ ഇങ്ങനെ മരിച്ച നിലയിൽ കിടക്കുകയാണ്. അങ്ങനെ ഇതേ സമയം നമ്മുടെ ഷിസുയി ആൻഡ് ഇറ്റാച്ചി ആണെങ്കിൽ മോൺസ്റ്റർ ആയി മാറിയ ആ ഒരു ഗാറയുടെ അടുത്തെത്തും. ഗാറ ഔട്ട് ഓഫ് കൺട്രോൾ ആയി ആ ഒരു സാൻഡ് വെച്ച് ആ ഒരു സ്റ്റേഡിയം തന്നെ പതിയെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം തന്നെ ഇറ്റാച്ചി ആണെങ്കിൽ ആ ഒരു മോൺസ്റ്ററായി മാറിയ ഗാറയെ ഡിസ്ട്രാക്ട് ചെയ്ത് ഇതേ സമയം ഷിസുയി ആണെങ്കിൽ നമ്മുടെ കോട്ടമട്സുകാമി വെച്ച് ആ ഒരു ഇന്നർ വേൾഡിലുള്ള ഗാറയുടെ അകത്ത് പോയി ഗാറയുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇത്രയും സമയം ഒരു മോൺസ്റ്ററിനെ പോലെ വയലന്റ് ആയിട്ടുള്ള ഗാറയാണെങ്കിൽ പതിയെ അനങ്ങാതെ നിന്ന് പതിയെ ആ ഒരു ടെയിൽഡ് ബീസ്റ്റ് ഫോമിൽ നിന്നും ഗാറയിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടി തുടങ്ങും. ഇത് കണ്ട് ദൂരെ നിന്ന് എല്ലാവരും ഒന്ന് ആശ്വാസമായി എന്ന് നിൽക്കുമ്പോഴതാ പെട്ടെന്ന് എവിടെ നിന്നും ഒരു വലിയ മരം പറന്നു വന്ന് ഗാറയുടെ മേൽ വീഴും. അങ്ങനെ നമ്മുടെ ഇറ്റാച്ചി പെട്ടെന്ന് പുറകിലോട്ട് നോക്കുമ്പോഴതാ നമ്മുടെ നറൂട്ടോ ആ ഒരു കുറാമ ക്ലോക്ക് മോഡിൽ മാറിയിട്ടുണ്ടാകും. അതായത് ആ ഒരു 9 ബീസ്റ്റിന്റെ ഓൾമോസ്റ്റ് 7 വാലോളം നറൂട്ടോയ്ക്ക് വന്നു. അപ്പോൾ തന്നെ ഗാറയെ കൺട്രോൾ ചെയ്ത ഷിസുയുടെ ആ ഒരു കോട്ടമട്സുക്കാമി ബ്രേക്ക് ആവുകയും ഗാറ നേരത്തെ ഉള്ളതിനേക്കാൾ മുഴുവനായി ഔട്ട് ഓഫ് കൺട്രോൾ ആകും. അതായത് ഇവിടെ നറൂട്ടോയുടെയും ഗാറയുടെയും കൺട്രോൾ പോയിട്ടാണ് ഉള്ളത്. ഇത് കണ്ട എല്ലാ ഷിനോബീസും മൊത്തത്തിൽ പാനിക് ആവാൻ തുടങ്ങും. അങ്ങനെ ഇതേ സമയം ദൂരെ നിന്നും കാണുന്ന സാസ്കെ ആണെങ്കിൽ നറൂട്ടോ എന്ന് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്ന സമയത്താണ് നമ്മുടെ ഇറ്റാച്ചി സാസ്കെയോട്, സാസ്കെ നീ ഇപ്പോൾ അവിടേക്ക് പോകരുത്, നറൂട്ടോയുടെ കൺട്രോൾ ഇപ്പോൾ മുഴുവനായും പോയിട്ടാണ് ഉള്ളത്, ഇങ്ങനൊരു പ്രശ്നം നടക്കുന്ന കാര്യം നീ വേഗം തന്നെ ഫാദറിനെ അറിയിക്കുക എന്ന് പറഞ്ഞ് സാസ്കെ ആണെങ്കിൽ ഉച്ചിഹയിലേക്ക് ഓടാൻ വേണ്ടി തുടങ്ങും. കാരണം ഈ ഒരു ചുനിയൻ എക്സാം നടക്കുന്ന സമയത്ത് ഫുഗാക്കു ഇവിടെ വന്നിട്ടില്ല. ഈ ഒരു ചുനിയൻ എക്സാം നടക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ഒരു ഉച്ചിഹയുള്ളത്. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഉച്ചിഹയിലെത്താൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ സാസ്കെ പെട്ടെന്ന് തന്നെ തന്റെ മുഴുവൻ സ്പീഡിൽ ഉച്ചിഹയിലേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ നറൂട്ടോയുടെ കൺട്രോൾ പോയി ഒരു മോൺസ്റ്ററിന്റെ രൂപത്തിലായി മാറിയിട്ടുണ്ടാകും. ഷിസുയി പറയും, ഗാറയേക്കാൾ ഇപ്പോൾ ഡേഞ്ചർ ആയിട്ടുള്ളത് നറൂട്ടോ ആണ്. അപ്പോഴാണ് നമ്മുടെ സുനാഡെ ആണെങ്കിൽ ഇവിടെ കളത്തിലിറങ്ങുന്നത്. സുനാഡെ ഇവിടെ ആ ഒരു
സ്ട്രെങ്ത് ഓഫ് 100 സീൽ എന്ന് പറഞ്ഞിട്ടുള്ള മാർക്കില്ലേ, ജസ്റ്റ് അതിന്റെ ഒരു നോർമൽ ഫോം ഉണ്ട്, അതിലേക്ക് മാറി ഇറ്റാച്ചി ആൻഡ് ഷിസൂയി നിങ്ങളുടെ ആ ഒരു വിഷ്വൽ ജുട്സു വെച്ച് നറൂട്ടോ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ കഴിയുമോ എന്ന് നോക്ക്. ഗാറയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സുനാഡെ വൺ ടൈൽഡിന്റെ കൂടെ ഫൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഷിസൂയി ആൻഡ് ഇറ്റാച്ചി ആണെങ്കിൽ നറൂട്ടോയുടെ കൂടെയും ഫൈറ്റ് ചെയ്യുന്നു. സുനാഡെ ഇവിടെ എത്രയൊക്കെ പവർഫുൾ ആണെന്ന് പറഞ്ഞാലും സുനാഡയ്ക്ക് ഇവിടെ കുറെ സമയം ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇതേ സമയം നറൂട്ടോയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷിസൂയി ആണെങ്കിൽ കോട്ട മുത്സുകാമി വെച്ച് കുറാമയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നോക്കും. എന്നാൽ ഷിസൂയിയുടെ കോട്ട മുത്സുകാമിയും കുറാമയുടെ മുന്നിൽ വർക്കാകില്ല. അങ്ങനെ ഇതേ സമയം നമ്മുടെ സാസ്കി ആണെങ്കിൽ ഉച്ചയിലെത്തി നടന്ന കാര്യങ്ങളൊക്കെ ഫുഗോക്കിനോട് പറയാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇതേ സമയത്ത് നമ്മുടെ കാബൂട്ടോയെ നോക്കിക്കഴിഞ്ഞാൽ കാബൂട്ടോ ആണെങ്കിൽ വില്ലേജിന്റെ ആ ഒരു പ്രിസൺ ഉള്ള ഭാഗം കണ്ടുപിടിച്ച് അവിടേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നു. ഇവിടെ ജിറായ, കക്കാഷി, ആസുമ, മൈറ്റ്ഗൈ തുടങ്ങിയ ആൾക്കാരൊക്കെ ആ ഒരു സ്പെല്ലിൽ പെട്ട് ഒരു പകുതി മയക്കം എന്ന രീതിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇവർ മാക്സിമം ആ ഒരു എക്സാമിൽ വന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ നറൂട്ടോയെ കാണിക്കുന്നു. നറൂട്ടോയെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സമയം നറൂട്ടോ ഒരു ഔട്ട് ഓഫ് കൺട്രോൾ ആയ രീതിയിലാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ നറൂട്ടോയുടെ ബോഡി ഓൾമോസ്റ്റ് നമ്മുടെ കുറാമ കൺട്രോൾ എടുക്കുന്ന രീതിയിലെത്തി. അതായത് ഇപ്പോൾ നറൂട്ടോയെ കാണാൻ ആ ഒരു ക്ലോക്ക് മോഡിലാണ് ഉണ്ടാവുക, പക്ഷെ കുറാമയാണ് മുഴുവനായും ഇപ്പോൾ നറൂട്ടോയുടെ ബോഡി കൺട്രോൾ എടുത്തത്. സെയിം അവസ്ഥ തന്നെയാണ് ഗാറയുടെ കാര്യത്തിലും. ഗാറയുടെ ബോഡിയും ഓൾമോസ്റ്റ് നമ്മുടെ ഷുക്കാക്കു അതായത് വൺ ടെയിൽ ബീസ്റ്റ് കൺട്രോൾ എടുത്തു. ഈ സമയത്ത് സുനാഡയാണെങ്കിൽ ഓൾമോസ്റ്റ് ഡിഫീറ്റ് ആയി താഴെ ഇങ്ങനെ സാൻഡിൽ വീണു കിടക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് കുറാമ ഷുക്കാക്കുവിനെ കാണുകയും ഷുക്കാക്കു നമ്മുടെ കുറാമയും കാണുന്നു. ഈ ഒരു ടെയിൽഡ് ബീസ്റ്റുകൾ പണ്ട് തൊട്ടേ ശത്രുക്കളായതുകൊണ്ട് പിന്നീട് ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. രണ്ട് ടെയിൽഡ് ബീസ്റ്റുകളും അതായത് ആ രണ്ട് ജിഞ്ചിരികളും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സമയം അതിന്റെ ഓറയിൽ തന്നെ ആ ഒരു ചുനിയൻ എക്സാം സെന്റർ തന്നെ മുഴുവനായും ഡിസ്ട്രോയ് ആകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആർക്കും ഒന്നും ഇവിടെ നിൽക്കാൻ കൂടി കഴിയുന്നില്ല. അങ്ങനെ ഇതേ സമയം മറുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കബൂട്ടോ ആണെങ്കിൽ ഫൈനലി ഒറോച്ചിമാറുവിനെ കണ്ടുപിടിച്ചു. ഒറോച്ചിമാറുവിനെ കണ്ടുപിടിച്ച ഉടൻ തന്നെ ആ ഒരു ജയിൽ തുറന്ന് കയ്യിൽ കെട്ടിയ ആ ഒരു വിലങ്ങുകളൊക്കെ അഴിച്ച് ഫ്രീ ആക്കി വിടും. അപ്പോൾ തൊട്ടടുത്തുള്ള സെല്ലിൽ നമ്മുടെ ഒബീറ്റോയും ഉണ്ട്. ഇവിടെ ഒറോച്ചിമാറു അവസാനമായി ഒന്ന് പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഡീലിൽ നീ ഓക്കെ ആണെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ അഴിച്ചു വിടാമെന്ന് ഒബീറ്റോയോട് നമ്മുടെ ഒറോച്ചിമാറു പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒബീറ്റോ ആണെങ്കിൽ ഒന്നും മിണ്ടില്ല. അങ്ങനെ ഒറോച്ചിമാറു, കബൂട്ടോ നമുക്ക് ഇവിടെ നിന്നും പോകാം. അങ്ങനെ ഒറോച്ചിമാറു ആണെങ്കിൽ ആ ഒരു ടെയിൽഡ് ബീസ്റ്റ് അറ്റാക്ക് നടക്കുന്ന ആ ഒരു ചുനിയൻ എക്സാമിന്റെ അടുത്ത് എത്തുന്നു. അങ്ങനെ അതിന്റെ മുകളിൽ കയറി നോക്കുമ്പോഴതാ രണ്ട് ജിഞ്ചിരിക്കുകൾ ഔട്ട് ഓഫ് കൺട്രോളായി പരസ്പരം ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ കാബൂട്ടോ പറയും, മാസ്റ്റർ നമുക്ക് ഇവിടെ നിന്നും പോകാം, ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. അപ്പോഴാണ് ഇവിടെ ഒറോച്ചിമാറു താഴെ വീണ് കിടക്കുന്ന നമ്മുടെ സുനാഡയെ കാണുന്നത്. ഇത് കണ്ട ഉടൻ തന്നെ ഒറോച്ചിമാറുവിന് പെട്ടെന്നൊന്ന് സ്ട്രൈക്ക് ആകും. ഒറോച്ചിമാറു ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ ഉച്ചയെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് സുനാഡെ ഈ ഒരു 100 സീൽ ടെക്നിക്ക് ഉപയോഗിച്ചില്ല, അത് ഉപയോഗിച്ച് എന്റെ കൂടെ ഫൈറ്റ് ചെയ്താൽ എന്നെ ഡിഫീറ്റ് ചെയ്യാമെന്ന് അവൾക്ക് എന്തായാലും അറിയാം. അതുപോലെ തന്നെ ഒറോച്ചിമാറുവിനെ ജയിൽ പിടിച്ച സമയത്ത് ഹൊക്കാഗെയായിട്ടുള്ള സുനാഡെ ഒറോച്ചിമാറുവിനെ കാണാൻ വന്നിരുന്നു. വന്ന ഉടൻ തന്നെ സുനാഡയാണെങ്കിൽ ഒറോച്ചിമാറുവിന് ഒരു ചാൻസ് കൂടി തരാമെന്ന് പറഞ്ഞതാണ്. കൂടാതെ ഒറോച്ചിമാറുവിന്റെ ഫേവറേറ്റ് ഫുഡ് മനസ്സിലാക്കിയാണ് ജയിലിരിക്കുന്ന സമയത്ത് അവന് കൊടുത്തത്. അതായത് ഇവിടെ സംഭവം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നറൂട്ടോ, സാസ്കെ, സാക്കുറ ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ സാസ്കെ വില്ലേജിനെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാലും നറൂട്ടോയ്ക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവനോട് ആ ഒരു ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. അവനെ പഴയതുപോലെ കൊണ്ടുവരണം എന്ന രീതിയിലാണ് എപ്പോഴും ചിന്തിക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെ സുനാഡയുടെ കാര്യവും. എത്രയൊക്കെ ഒറോച്ചിമാറു പല എക്സ്പെരിമെന്റും അതുപോലെ തന്നെ വില്ലേജിനെതിരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും സുനാഡയ്ക്കകത്തുണ്ട്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഒറോച്ചിമാറുവിന് പെട്ടെന്നൊന്ന്, കബൂട്ടോ ഇത്തവണ നമുക്കൊന്ന് പ്ലാൻ മാറ്റാം എന്നും പറഞ്ഞ് നമ്മുടെ ഒറോച്ചിമാറു ആണെങ്കിൽ തനിക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമണിങ് സ്നേക്കിനെ കൊണ്ടുവന്ന് ആ ഒരു സ്നേക്ക് ആണെങ്കിൽ നമ്മുടെ വൺ ടെയിൽഡ് ബീസ്റ്റിനെ അതായത് ഗാറയെ പിടിച്ച് അതായത് വാല് കൊണ്ട് പിടിച്ച് ചുരുട്ടി ആ ഒരു ചുനിയൻ എക്സാം ഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഇത് കണ്ട് നമ്മുടെ നറൂട്ടോ അതായത് കുറാമയാണെങ്കിൽ ഗാറ തെറിച്ചു പോകുന്നത് കണ്ട് അവന്റെ പുറകെ ലക്ഷ്യം വെച്ച് ആ ഒരു ചുനിയൻ എക്സാമിന്റെ മതിൽ തകർത്ത് കാടിനുള്ളിലേക്ക് ഓടാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ തന്നെ കാബൂട്ടോ ആണെങ്കിൽ പരിക്ക് പറ്റിയ സുനാഡയെ ഹീൽ ചെയ്യുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ ജിറായ, മൈറ്റ്ഗൈ അതുപോലെ തന്നെ കക്കാഷി, ആസുമ ഇവർക്കൊക്കെ ആ ഒരു സ്പെല്ലിൽ നിന്നും പുറത്തു വരികയും ബോധം തിരിച്ചു കിട്ടുകയും ഒറോച്ചിമാറുവിനെ കണ്ട് എല്ലാവരും ഒറോച്ചിമാറുവിനെ വളയുന്നു. അപ്പോൾ തന്നെ സുനാഡ എഴുന്നേറ്റ് പറയും, നിങ്ങൾ ഒറോച്ചിമാറുവിനെ ഒന്നും ചെയ്യേണ്ട, നറൂട്ടോയുടെയും ഗാറയുടെയും കാര്യം വേഗം തന്നെ നോക്കിയെന്ന് പറഞ്ഞ് എല്ലാവരും ഫോറസ്റ്റിൽ നിന്നും ഫൈറ്റ് ചെയ്യുന്ന ഭാഗത്തേക്ക് ദൂരേക്ക് തെറിച്ചുപോയ നറൂട്ടോയും ഗാറയും നോക്കി പോകാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് ജിറായ പതിയെ ഒറോച്ചിമാറുവിന്റെ അടുത്ത് വന്ന്, നിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു പഴയ ഒറോച്ചിമാറു ഉണ്ടല്ലേ? അപ്പോൾ തന്നെ ഒറോച്ചിമാറു പറയും, എനിക്ക് വില്ലേജിനെ രക്ഷിക്കണമെന്നൊന്നുമില്ല, പക്ഷെ സുനാഡെ വീണത് കണ്ടപ്പോൾ എന്തോ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി, പക്ഷെ എന്റെ റിസർച്ച് ഞാൻ ഒരിക്കലും നിർത്തില്ല എന്ന് പറഞ്ഞ് കബൂട്ടോയും ഒറോച്ചിമാറും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മറഞ്ഞു പോകും. അപ്പോഴാണ് നമ്മുടെ ജിറായ പറയുന്നത്, നറൂട്ടോ ഇനി തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. ഓൾമോസ്റ്റ് 7 ടെയിൽ വന്നു, ബാക്കി 2 ടെയിലും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നറൂട്ടോയെ ജീവനോടെ കിട്ടില്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് ജിറായയും നറൂട്ടോയെ നോക്കി
ഓടാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഇതേ സമയം നമ്മുടെ വൺ ടൈൽ ബീസ്റ്റും അതുപോലെ തന്നെ 9 ടൈൽഡ് ബീസ്റ്റും ഫോറസ്റ്റിന്റെ ഉള്ളിൽ നിന്നും പൊരിഞ്ഞ അടി, അതായത് രണ്ടുപേരും ആ ഒരു ടൈൽഡ് ബീസ്റ്റ് ബോളൊക്കെ വെച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തു നിന്നും വലിയൊരു ഡിസ്ട്രക്ഷൻ ആണ് ഉണ്ടാവുന്നത്. വില്ലേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ ആ ഒരു ഇമ്പാക്ട് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണ് ഷിസൂയി, ഇറ്റാച്ചി, കക്കാഷി, മൈറ്റ് ഗൈ, യാസുമ ഇവരൊക്കെ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ തന്നെ ഗൈ പറയും, കക്കാഷി ഞാൻ എന്റെ ഗേറ്റ് ഓപ്പൺ ചെയ്യട്ടെ. കക്കാഷി പറയും, അതിനുള്ള സമയമായില്ല മൈറ്റ് ഗൈ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവരുടെ പുറകിലായിട്ട് നമ്മുടെ ഫുഗാക്കു ഉച്ചിക ഇറങ്ങുന്നത്. ഫുഗാക്കു വന്ന ഉടൻ തന്നെ ഇവരോട് പറയും, നറൂട്ടോയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ കുറച്ച് ദൂരേക്ക് മാറി നിന്നു എന്ന് പറയും. അപ്പോൾ തന്നെ ഇറ്റാച്ചി പറയും, ഗൈസ് നമുക്ക് ഇവിടെ നിൽക്കണ്ട, കുറച്ച് പുറകിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഇറ്റാച്ചി ഓടാൻ തുടങ്ങും. അപ്പോൾ തന്നെ കക്കാഷിക്ക് മനസ്സിലാകും ഫുഗാക്കു എന്തോ വലിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണെന്ന്. അങ്ങനെ എല്ലാവരും പുറകിലോട്ട് വേഗം തന്നെ ഓടിപ്പോകാൻ തുടങ്ങും. അങ്ങനെ ഇവർ പുറകിലോട്ട് ഓടുന്ന സമയമായിരിക്കും ജിറായ ഇങ്ങോട്ടൊക്കെ ഓടി വരുന്നത് കാണുന്നത്. അപ്പോൾ തന്നെ ഇറ്റാച്ചി ദൂരെ നിന്ന് വിളിച്ചു പറയും, ജിറായ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, ഡാഡ് അവിടെ ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്തോളും എന്ന് പറയും. അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും ദൂരെ നിന്നും ഫുഗാക്കു എന്താണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ ഫുഗാക്കു ആണെങ്കിൽ ആ ഒരു ജിഞ്ചിരിക്കുകൾ ഫൈറ്റ് ചെയ്യുന്നതിന്റെ അടുത്ത് പോയി ഫൈനലി ആ ഒരു മാങ്കിക്കു ഷെറിങ്ങൻ പുറത്തെടുക്കുന്നു. ആ ഒരു ഷെറിങ്ങൻ പുറത്ത് വന്ന ഉടൻ തന്നെ ഒരു സർക്കിൾ ഏരിയ മുഴുവനായിട്ടും സെക്കൻഡുകൾക്കുള്ളിൽ ഞെരുങ്ങാൻ തുടങ്ങും. അതായത് അവിടെ ഉണ്ടായ മരങ്ങളും മറ്റും എല്ലാം തന്നെ താഴേക്ക് ഞെരുങ്ങാൻ വേണ്ടി തുടങ്ങും ഒരു സെക്കൻഡിൽ തന്നെ. ഇവിടെ ഗാറയും നറൂട്ടോയും നിലത്തിങ്ങനെ വീണ് കിടക്കുകയാണ്, അവർക്കൊന്നും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഫുഗാക്കുവിനാണെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല, ഫുഗാക്കു നേരെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും എല്ലാം പഴയതുപോലെയാകും. അതായത് ആ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു മരം പോലും ഉണ്ടാകില്ല, എല്ലാം ഞെരുങ്ങി അമർന്നു പോയിട്ടുണ്ടാകും. ഗാറയ്ക്കും നറൂട്ടോയും ആ സ്പോട്ടിൽ തന്നെ ബോധം പോയി രണ്ടുപേരും നോർമൽ ഫോമിൽ മയക്കത്തിലായി പോയിട്ടുണ്ടാകും. ഇത് കണ്ട് ജിറായ, കക്കാഷി, മൈറ്റ് ഗൈ ഇവരൊക്കെ ശരിക്കും ഷോക്കായി പോകുന്നുണ്ട്. അപ്പോഴാണ് ജിറായ ചോദിക്കുന്നത്, ഇറ്റാച്ചി ഇവിടെ എന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് ഇറ്റാച്ചി പറയുന്നത്, ഫാദറിനെ മാങ്കിക്കു ഷെറിങ്ങൻ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം പവർഫുൾ ആണ്. അതായത് ഫുഗാക്കു നിൽക്കുന്ന ഒരു ഏരിയ മുഴുവനായും 10 മടങ്ങിലധികം ഗ്രാവിറ്റി കൂട്ടാൻ കഴിയും, അതും സെക്കൻഡുകൾക്കുള്ളിൽ. ആ ഒരു ഏരിയയിൽ നിൽക്കുന്നത് എന്താണോ അതെല്ലാം അമർന്ന് ഞെരുങ്ങി പോകും എന്ന് പറയുന്നതോടുകൂടി ഇന്നത്തെ ഈ ഒരു പാർട്ടും അവസാനിക്കുന്നു. കുറച്ച് ലെങ്ത് കൂടി പോയോ എന്ന് അറിയില്ല. ഇന്നത്തെ ഈ ഒരു പാർട്ട് എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യൂ. അടുത്ത പാർട്ടുമായി പിന്നെ വരാം.